COVID-19 വരുന്ന സമയത്ത് ഈ 2020 ജനുവരി 30-നാണല്ലോ കേരളത്തിൽ ആദ്യമായിട്ട് രാജ്യത്ത് തന്നെ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ആ സമയം മുതൽ വലിയ ജാഗ്രതയിലേക്ക് വരുന്നു. മാർച്ച് മാസമാകുമ്പോഴേക്കും അതിനെ മഹാമാരിയായി പ്രഖ്യാപിക്കുന്നു. ലോകമെമ്പാടും ഈ രോഗം വ്യാപിക്കുന്നു. ആ സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കുലർ വരുന്നു. ആ സർക്കുലറിൽ പറയുന്നത് സാധ്യമായ എല്ലാ രീതിയിലും ഈ പറയുന്ന പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാവരും ഒരുക്കണമെന്നായിരുന്നു പറയുന്നത്. അതിൽ പ്രതിരോധ സംവിധാനം എന്ന് പറയുമ്പോൾ അതിൽ PPE കിറ്റ്, മാസ്ക്, ഗ്ലൗസ്, മറ്റ് മരുന്നുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അത് ഒരുക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മുടെ സംസ്ഥാനം സാധ്യമായ രീതിയിലൊക്കെ അത് സംഭരിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രി അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് വില കൂടുതൽ കൊടുത്ത് വാങ്ങേണ്ടി വന്നു, കാരണം മറ്റു മാർഗ്ഗങ്ങളില്ലായിരുന്നു. അതിനുശേഷം വില കുറച്ച് കിട്ടുമെന്ന് കണ്ടപ്പോൾ ആദ്യം കൊടുത്ത ടെൻഡറുകൾ റദ്ദാക്കി വില കുറഞ്ഞ ഇടത്തു നിന്ന് വാങ്ങാനും നമുക്ക് കഴിഞ്ഞു. അഴിമതി ഉണ്ടായിരുന്നെങ്കിൽ ആ വില കുറഞ്ഞ ഇടത്തു നിന്ന് പിന്നീട് വാങ്ങാൻ പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, വില കൂടിയിടത്ത് തന്നെ വാങ്ങിയാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതിനായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന. ഇവിടെ PPE കിറ്റിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ PPE കിറ്റ്, അന്നൊരു കാര്യം ഓർക്കണം, ഈ മാർച്ച് മുതൽ ഏകദേശം ഒരു ഓഗസ്റ്റ് വരെയുള്ള അതിൻ്റെ ഒരു പീക്ക് ടൈം, 2020 മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള പീക്ക് ടൈമിൽ രാജ്യത്ത് ആകപ്പാടെ മരണപ്പെട്ടത് ഏകദേശം നിരവധി ഡോക്ടർമാർ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ കേരളത്തിൽ ഒരു ആരോഗ്യ പ്രവർത്തകൻ പോലും ആ ഘട്ടത്തിൽ മരിച്ചിരുന്നില്ല. കാരണം എന്തെന്നാൽ നമ്മൾ ഈ PPE കിറ്റും മറ്റു സംവിധാനങ്ങളും വളരെ കൃത്യമായി വാങ്ങി നൽകിയതുകൊണ്ട് നമ്മൾ ഒരു പ്രശ്നവുമില്ലാതെ നമ്മുടെ രോഗികളെ ചികിത്സിക്കാൻ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നതാണ്. രാജ്യത്ത് തന്നെ ഏകദേശം 190-200 ഇടയിൽ ഡോക്ടർമാർ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗിക കണക്ക്. പക്ഷേ കേരളത്തിൽ അത് വെറും 6 മാത്രമായിരുന്നു ഈ കോവിഡ് കാലത്ത് ആകെ സംഭവിച്ചത്. അതെന്തുകൊണ്ടാണ്? മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോവിഡ് പ്രതിരോധത്തെ ലോകം അംഗീകരിക്കുകയും ലോകം വാഴ്ത്തുകയും ചെയ്തത്. അന്ന് തന്നെ നമ്മുടെ പ്രതിപക്ഷത്തിന് അതൊട്ടും പിടിച്ചിട്ടില്ലായിരുന്നു. മാധ്യമങ്ങളും പിന്നീട് ആദ്യഘട്ടങ്ങളിൽ കൂടുന്നുണ്ടെങ്കിലും പിന്നീട് സർക്കാരിനെതിരെ പല രീതിയിൽ കോവിഡ് കാലത്തെക്കുറിച്ച് വാർത്തകൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവരെ സംബന്ധിച്ച് ചോരയുള്ള ഇടത്തിലേ നീരോടുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ്. എവിടെയെങ്കിലും വിവാദമുണ്ടാക്കാൻ കഴിയുമോ അങ്ങോട്ടേക്ക് പോവുക എന്നത് മാത്രമാണ് മാധ്യമങ്ങളുടെ ഇന്നത്തെ കാലത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് അവർ ചെയ്യുന്നു. പക്ഷേ വസ്തുതകൾ മനസ്സിലാക്കാതെ പ്രതിപക്ഷവും CAG എന്ന് പറയുന്ന സംവിധാനം ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. നോക്കൂ, അതിനെ ഏതൊക്കെ രീതിയിൽ ഇന്ന് ഉപയോഗിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസ് പലപ്പോഴും ആ വിഷയത്തിൽ ആരോപണം ഉന്നയിക്കാറുണ്ട്, അത് ചൂണ്ടിക്കാട്ടാറുണ്ട്. പക്ഷേ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സിന് മറ്റൊരു നിലപാട് കൂടിയാണ്. ഞാൻ ഈ PPE കിറ്റുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി ഡോക്ടർ തോമസ് ഐസക് ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിലേക്ക് വരാം. കോവിഡ് കാലത്ത് വാങ്ങിയ PPE കിറ്റ് സംബന്ധിച്ച CAG റിപ്പോർട്ടിൻ്റെയും അത് സംബന്ധിച്ച് മാധ്യമങ്ങളും പ്രതിപക്ഷവും നടത്തുന്ന പ്രചരണങ്ങളുടെയും പൊള്ളത്തരം തുറന്നു കാട്ടുന്നു മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. പ്രതിപക്ഷവുമായി ചേർന്ന് CAG നടത്തിയ കിഫ്ബി അട്ടിമറിയുടെ തുടർച്ചയാണ് ആരോഗ്യ മേഖലയ്ക്ക് നേരെ നടക്കുന്ന ഇപ്പോഴത്തെ നാടകമെന്ന് തോമസ് ഐസക് ഫേസ്ബുക്കിൽ വ്യക്തമാക്കുന്നു. നിപയുടെ അനുഭവമുള്ളതിനാൽ കോവിഡ് കാലത്ത് അതീവ ജാഗ്രതയിലായിരുന്നു കേരളം. അടിയന്തര ഇടപെടലുകളായി PPE കിറ്റുകളും ഓക്സിജൻ സിലിണ്ടറുകളും ഉൾപ്പെടെയുള്ള അത്യാവശ്യ സാമഗ്രികൾ വാങ്ങിയത് കേന്ദ്ര സർക്കാരിന്റെ സർക്കുലർ പ്രകാരം തന്നെയായിരുന്നു. ഈ സാമഗ്രികൾ വാങ്ങാൻ ഓരോ തവണ ധനവകുപ്പിലേക്ക് വരേണ്ടതില്ലെന്ന് തീരുമാനിച്ചതും സർക്കുലർ പ്രകാരം തന്നെയായിരുന്നു. അതിനായി ഒരു എമർജൻസി കമ്മിറ്റിയെ നിയോഗിച്ചു. കോവിഡിന് മുമ്പത്തെ വിലയിൽ നിന്ന് കൂടുതൽ വില നൽകി PPE കിറ്റ് വാങ്ങിയെന്ന് പറയുന്നവർ കോവിഡ് കാലത്തെ മാർക്കറ്റ് വിലയിലെ താരതമ്യത്തിന് ഉപയോഗിക്കേണ്ടതെന്ന് ഡോക്ടർ തോമസ് ഐസക് ചോദിക്കുന്നു. PPE കിറ്റുകളെല്ലാം ഒരേ തരത്തിലുള്ളതാണോ? ഒരേ ഇനം PPE കിറ്റുകളാണ് വാങ്ങിയതെന്നതിനും CAGക്ക് തെളിവുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. താഴ്ന്ന വില കോട്ട് ചെയ്ത കമ്പനികൾക്ക് ഓർഡറിന്റെ പകുതി പോലും സപ്ലൈ ചെയ്യാനാവാത്ത സാഹചര്യത്തിലാണ് അടിയന്തര സാഹചര്യത്തിൽ കൂടുതൽ വില നൽകി കിറ്റുകൾ വാങ്ങേണ്ടി വന്നത്. ഇതുമൂലം സർക്കാരിന് നഷ്ടമുണ്ടായതായി വാദിക്കുന്നവർ ജനങ്ങൾക്കുണ്ടായ ഫലം കാണുന്നില്ല. 2020 മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെ 196 ഡോക്ടർമാർ ഇന്ത്യയിൽ കോവിഡ് വന്ന് മരിച്ചപ്പോൾ ഒരാൾ പോലും കേരളത്തിൽ മരിച്ചില്ല. 1600 ഡോക്ടർമാർ കോവിഡ് കാലത്ത് ഇന്ത്യയിൽ മരണമടഞ്ഞപ്പോൾ കേരളത്തിലെ മരണം 7 ആയിരുന്നുവെന്നും ഐസക് കണക്കുകൾ നിരത്തി സമർത്ഥിക്കുന്നു. അടിയന്തര നടപടികളിലൂടെ കിറ്റും മരുന്നും ഓക്സിജൻ സിലിണ്ടറുകളുമൊന്നും ശേഖരിച്ചു വയ്ക്കാതെ 10,000ങ്ങളെ മരണത്തിലേക്ക് തള്ളിവിട്ട BJPയും കോൺഗ്രസും ഭരിച്ച സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്ത് CAG കേരളത്തെ അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്നാണ് ഡോക്ടർ ഐസക്കിന്റെ നിലപാട്. കേരളത്തിനെതിരെ കൊട്ടേഷൻ എടുത്തിരിക്കുന്ന CAGയിൽ നിന്ന് അതിനപ്പുറം എന്തു പ്രതീക്ഷിക്കാനെന്നും അദ്ദേഹം ചോദിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.